നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം, റസൂലുള്ളാഹി തങ്ങളെ അനുധാവനം ചെയ്യണം. എന്നിട്ട് നമുക്ക് നബി തങ്ങളോടുള്ള വലിയ ഒരു കടപ്പാടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. ഇന്നല്ലാഹ അല്ലാഹു തആല വ മലായികതഹു അവന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഹബീബായ നബി തങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നുണ്ട്, സ്വലാത്ത് ചെയ്യുന്നുണ്ട്. വ മലായികതഹു അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഇമാം ബുഖാരി പറഞ്ഞില്ലേ, മലക്കുകൾ അതാ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ ബറക്കത്ത് ആശംസിക്കുന്നുണ്ട്. എന്നാൽ എന്റെ സാധാരണക്കാരായ ജനങ്ങളോട് ചോദിക്കട്ടെ, ഇന്നല്ലാഹ അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹ് നൽകിയ ഒരാൾക്ക് കുറവുണ്ടോ? അല്ലാഹ് തടഞ്ഞ ഒരാൾക്ക് നൽകാൻ പറ്റുമോ? അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചെയ്തു പോയി. അയാൾക്കിനി വേറെ ആരുടെയും സ്വലാത്തിന്റെ ആവശ്യമില്ലല്ലോ, അയാൾക്കിനി വേറെ ആരും കൊടുക്കേണ്ടതില്ലല്ലോ. പക്ഷേ ഖുർആൻ പറയുന്നു, മലായികതഹു അല്ലാഹുവിന്റെ മലക്കുകൾ സ്വലാത്ത് ചെയ്യുന്നുണ്ട്. അത് മലക്കുകൾക്ക് ബഹുമാനം കിട്ടാനാണ്, അല്ലാഹുവിന്റെ സ്വലാത്ത് കുറഞ്ഞു പോയത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ സ്വലാത്ത് മതിയായതുകൊണ്ടല്ല. അള്ളാഹു ആരാണ്? മൗജൂദുൻ ഖദീമുൻ ബാഖി, തുടക്കമില്ലാത്തവൻ, ഒടുക്കമില്ലാത്തവൻ, ഉറക്കമില്ലാത്തവൻ. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ സ്വലാത്ത് അത് സമ്പൂർണ്ണമാണ്. പിന്നീട് സ്വലാത്തിന്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല തന്നെ സ്വലാത്ത് ചെയ്തു പോയി. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. മലക്കുകളും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള ജനങ്ങളെ. ഖുർആനിൽ അല്ലാഹു തആല ചിലപ്പോൾ വിളിച്ചു യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, എല്ലാ ജനങ്ങളെയും വിളിച്ചു. പക്ഷെ സ്വലാത്തി എല്ലാം പറയാൻ നേരം വിളിച്ചത് എല്ലാരെയും അല്ല, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള ജനങ്ങളെ. സ്വലാത്ത് ഹൽഖയിൽ എല്ലാവർക്കും വരാൻ കഴിയില്ല, സ്വലാത്ത് ഹൽഖയിൽ എല്ലാവർക്കും വരാൻ കഴിയില്ല, ഈമാനുള്ളവർക്കേ വരാൻ കഴിയൂ. കാരണം ഈമാനുള്ളവരോടാണ് സ്വലാത്തിൽ വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള ജനങ്ങളെ. അങ്ങനെ കറകളഞ്ഞ ഈമാനുള്ള ജനങ്ങളുടെ സ്വലാത്തേ ആവശ്യമുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള ജനങ്ങളെ, സ്വല്ലൂ അലൈഹി, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചെല്ലാൻ അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ നീ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചെയ്തേക്ക്. അല്ലാഹ് നമ്മളോട് പറഞ്ഞു ഒരു സ്വലാത്ത് ചെല്ലാൻ, നമ്മളോട് പറഞ്ഞു സ്വലാത്ത് ചൊല്ലാൻ. നമ്മൾ ചെയ്യുന്ന എന്താ? അല്ലാഹുവേ നീ എന്റെ വക ഒരു സ്വലാത്ത് അങ്ങ് ചെയ്തേക്ക്. അതിന്റെ അർത്ഥം നമുക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിയൂല എന്നതാണ്. നമ്മുടെ സ്വലാത്ത് നമുക്ക് കഴിയൂല. അതാണ് ആയത്തിൽ തുടർന്ന് അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ. അപ്പൊ നിങ്ങൾക്ക് സ്വന്തം ഒന്നും ചെയ്യാനില്ല, അള്ളാഹുവിനോട് പറയാനേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് വസല്ലിമൂ, നിങ്ങളെ നിങ്ങൾ അനുസരിപ്പിച്ചു കൊടുക്കണേ, കീഴൊതുക്കി കൊടുക്കണേ. തസ്ലീമാ, നബി തങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളെ അങ്ങ് വിട്ടുകൊടുക്കണേ. വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ വിധേയപ്പെടുത്തി കൊടുക്കണം, അനുസരിപ്പിച്ചു കൊടുക്കണം, നിങ്ങൾ അടിമപ്പെടുത്തി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ അങ്ങ് അനുസരിക്കണം.
പൂർണ്ണമായും നിങ്ങളങ്ങ് വിധേയപ്പെടുത്തണം. നിങ്ങൾക്കറിയുമോ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുഴുവനും പറഞ്ഞത് നമ്മൾ ഒരു സ്വലാത്ത് ചെല്ലുമ്പോ നബി തങ്ങൾക്ക് 10 സ്ഥാനം കൂടുമെന്നല്ല. നമ്മൾ ഒരു വോട്ട് ചെയ്യുമ്പോ സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കൂടുന്നു അല്ലെങ്കിൽ ജയിക്കുന്നു. നമ്മൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആനുകൂല്യം പറയുമ്പോൾ അയാളുടെ സ്ഥാനം ഉയരുകയോ ജയിക്കുകയോ ചെയ്യുന്നു. എന്നാൽ ഇവിടത്തെ നേതാവ് അങ്ങനെയല്ല. ഇവിടത്തെ നേതാവിന് നമ്മളെ കൊണ്ട് കിട്ടാൻ ഒരു സ്ഥാനത്തിന്റെയും കുറവില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ. ഒരു സ്വലാത്ത് നിങ്ങൾ എനിക്ക് ചൊല്ലിയാൽ 10 ഗുണം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്. അപ്പോ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നബിതങ്ങൾക്ക് ഒരു സ്ഥാനം കൂടുന്നല്ല, ഒരു സ്ഥാനത്തിന്റെയും കുറവില്ല. അല്ലാഹു സ്വലാത്ത് ചൊല്ലിയ നബിക്ക് നിങ്ങളെ സ്വലാത്തിന്റെ കുറവുണ്ടോ? ഇല്ല. പിന്നെന്തേ? ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് 10 ഗുണമാണ് കിട്ടുന്നത്. മദീനയിലേക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്കൊരു പള്ളി കാണാം. ആ പള്ളി ഏതാണ്? മസ്ജിദുൻ നബവിയിൽ നിന്ന് 900 മീറ്റർ അതാ നടന്നു പോയാൽ ഇന്ന് അവിടെയുള്ള സാപ്റ്റിക്കോ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തൊരു ചെറിയ പള്ളി കാണുന്നുണ്ട്. ആ പള്ളിയുടെ പേരെന്താണ്? മസ്ജിദ് അബീദർ അൽ ഗിഫാരി. അബൂദർ അൽ ഗിഫാരി തങ്ങളുടെ പേരിലുള്ള പള്ളിയാണ്. അബൂദർ അൽ ഗിഫാരി തങ്ങളുടെ പേരിലുള്ള പള്ളി അവിടെ കാണാം. അബൂദർ അൽ ഗിഫാരി ആരാ? വലിയ സ്വഹാബിയാണ്, വലിയ സ്ഥാനമുള്ള സ്വഹാബിയാണ്. അസ്തഖു തഹ്ത അദീമിസ് സമാ. ആകാശത്തിനു കീഴെയുള്ള ഏറ്റവും വലിയ സത്യവാൻ എന്ന പേരുകേട്ട സ്വഹാബി. ആ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളിയുണ്ട്. ആ പള്ളിക്ക് മറ്റൊരു പേരുണ്ട്, മസ്ജിദുസ് സജദ. സുജൂദിൽ അറിയപ്പെടുന്ന പള്ളിയാണ്. സുജൂദിന്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളി, സുജൂദ് പള്ളി. സുജൂദ് പള്ളി എന്ന് പേര് കിട്ടാനുള്ള കാരണം എന്താണ്? ആ പള്ളിക്ക് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. കുറെ നേരമായി കാണാനില്ല. ഇറങ്ങി അങ്ങ് പോയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ ഹുറൈറ തങ്ങൾ? ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. അൽഹംദുലില്ലാഹ്, അബൂ ഹുറൈറ തങ്ങളെ കുറിച്ച് സാധുവായ ഞാൻ സംസാരിച്ച 4 മണിക്കൂർ സീഡിയുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ ആരാണെന്നതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതാ മഹാനായ സ്വഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതഅല്ലിമാണ്. ഇറങ്ങിപ്പോയി നോക്കിയപ്പോ നബി തങ്ങൾ സുജൂദിലാണ്. പക്ഷേ നബി തങ്ങൾ എഴുന്നേൽക്കുന്നില്ല. നീണ്ട സുജൂദാണ്. സയ്യിദുൽ ആബിദീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലാണ് കിടക്കുന്നത്. ഏറെ നേരമായപ്പോൾ സ്വഹാബിക്ക് പേടിയായി, നബി തങ്ങൾ എങ്ങാനും വഫാത്തായി പോയോ എന്ന്. അല്പം കൂടെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. മദീനയുടെ പുണ്യവാളൻ, ലോകത്തിന്റെ മുഴുവനും നേതാവ്, അനുരാഗത്തിന്റെ ആത്മവല്ലരിയിലേക്ക് മാനവികതയുടെ മനതലങ്ങളെ മാടി വിളിച്ചിട്ട് മധുചുംബനം കൊടുത്ത നിധി നിർദ്ധരികളെ സമ്മാനിച്ച നേതാവ്, മദീനയുടെ നായകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. അറിയുമോ, ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സുജൂദിൽ നീണ്ടു കിടന്നിട്ട് എഴുന്നേറ്റപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ പേടിച്ചു പോയല്ലോ, ഇത്രയും നീണ്ട സുജൂദിൽ കിടന്നപ്പോൾ തങ്ങൾ വഫാത്തായി പോയോ എന്ന് പേടിച്ചു പോയല്ലോ നബിയേ. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്,
ഞാൻ അള്ളാഹ്ക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ള സുജൂദ് ചെയ്തതാണ്. കാരണം ഒരു സുവിശേഷം ലഭിച്ചിട്ടുണ്ട്. ആ സുവിശേഷം എന്താണ്? മൻ സ്വല്ലാ അലയ്യ സ്വലാ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് 10 നന്മകൾ അല്ലാഹു നൽകുമെന്ന ഓഫർ. ആ ഓഫർ എന്റെ ഉമ്മത്തിന് നൽകിയത് ഞാനെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി പോയി. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനെ സുജൂദ് ചെയ്തതാണ്. ആ സ്ഥലത്തുള്ള പള്ളിയുടെ പേരാണ് മസ്ജിദുസ് സജ്ദ. സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ള ഓഫർ ലഭിച്ച സ്ഥലത്തിന് വിധങ്ങൾ സുജൂദ് ചെയ്ത പള്ളി. ആ സ്ഥലത്താണ് ഇന്നും അവിടുന്ന് മസ്ജിദ് അബൂദർ ഗിഫാരി നിലകൊള്ളുന്നത്. മസ്ജിദുൻ നബവിയിൽ നിന്ന് 900 മീറ്ററാണ് ദൂരമുള്ളത്. അറിയുമോ സഹോദരാ, റസൂലുള്ളാഹിന്റെ പേരിൽ അങ്ങ് സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപാട് മേന്മകളാണ് ലഭിക്കുന്നത്. മാത്രമല്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും അടുത്ത ആളുകൾ ആരാണ്? ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരാ.